ആശുപത്രി മല്ലിക്കണത്തിൽ ഇളകി വരുന്നതിന് മുമ്പ് ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. എഴുന്നേക്ക്. നീ ഇങ്ങനെ ആർട്ട് സിനിമയിലെ നായകനെ പോലെ ഒന്നും മിണ്ടാതെ മണിക്കൂറോളം കിടന്നാൽ 12:15 ലാസ്റ്റ് ബസ് അങ്ങ് പോവും. എന്തെങ്കിലും ഒന്ന് പറ. അതെന്താ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്? ഞാനൊന്ന് ആശുപത്രിയിൽ പോയാലും ഫസ്റ്റ് ഐഡിയ. കുമ്പസരിക്കാൻ വേഗം അങ്ങോട്ട് ചെല്ല്. അവള് ബോധം തെളിഞ്ഞ് പോലീസിൽ പരാതിപ്പെടുന്നതിന് മുമ്പ് പണയം കൊടുത്ത കാശ് പോയാലും വേണ്ടില്ല. മാനത്തിനും തടിക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. അയ്യോ, നമ്മൾ കുടുങ്ങി. പോലീസ് വന്നെന്നാണ് തോന്നുന്നത്. ശരവണ, പോലീസ് താൻ കണ്ടോ? പോലീസിന്റെ ഒരു വിടക്ക് മണം. ഞാൻ പളനിക്ക് പോണേ. ഞാനിവിടെ ഇല്ലട്ടോ. മല്ലിക്കിപ്പോ പുലർച്ചെയാ ഓർമ്മ തെളിഞ്ഞത്. അത് ഞാൻ ഒന്നും മനഃപൂർവ്വം അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എത്ര പറഞ്ഞിട്ടും അവളത് വിശ്വസിക്കുന്നില്ല. പറയുന്നുണ്ട് ഒന്നും തോന്നരുത്. മല്ലി ആശുപത്രിയിൽ നിന്ന് വരുന്നതിന് മുമ്പേ നിങ്ങൾ ഈ വീട് ഒഴിഞ്ഞു തരണം. അല്ലെങ്കിൽ അവള് വന്നാ എന്തൊക്കെയാ സംഭവിക്കാന്ന് ഞങ്ങൾക്കറിയില്ല. അവളൊരു പ്രത്യേക തരം. മോൻ ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങൾ തന്ന അഡ്വാൻസ് പണം കൊണ്ട കടങ്ങൾ വീട്ടിയത്. പണമായിട്ട് മടക്കി തരാൻ ഇപ്പൊ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല. ഇത് വിറ്റ് അഡ്വാൻസ് എടുത്തോളൂ. മല്ലിമോളുടെ അമ്മയുടെ ആഭരണങ്ങളാ. കല്യാണത്തിനായി വെച്ചതാ. ഇതൊക്കെ അണിഞ്ഞു വേണം മല്ലിയെ ഒരാളുടെ കൂടെ പറഞ്ഞയക്കാനെന്ന് അവളുടെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ യോഗ ഇല്ലെന്ന് വെച്ചാ ഉപദ്രവിക്കരുത്. എങ്ങനെയെങ്കിലും വീട് ഒഴിഞ്ഞു തരണം. ആരോരും ഇല്ലാത്തവരാ ഞങ്ങൾ. ഞാനോ എന്റെ കുട്ടികളോ അവിവേകം കാണിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. യാത്ര പറയാൻ വന്നതാ. മല്ലിയുടെ കല്യാണത്തിലുള്ള ഈ ആഭരണങ്ങൾ വിറ്റിട്ട് എനിക്കിപ്പോ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. ജീവിതത്തിൽ ശാസിക്കാനോ ഉപദേശിക്കാനോ ആരില്ലാത്തോണ്ട ഞാനിങ്ങനെയൊക്കെ ആയിപ്പോയത്. എന്തെങ്കിലും അഭിപ്രായം കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി നിങ്ങളൊക്കെ ബുദ്ധിമുട്ടിച്ചോണ്ട് ഞാനിവിടെ നിൽക്കണില്ല. റഹ്മാൻ ടൗണിലൊരു ലോഡ്ജ് മുറി ഏർപ്പാടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായാൽ മിക്കവാറും ഞങ്ങൾ നാളെ തന്നെ അങ്ങോട്ട് മാറും. എന്നാലും ഇത്രയും വലിയ തുക മടക്കി വാങ്ങാതെ? എന്തായാലും പഴയ താമസക്കാരെ പോലെ കാശ് ചോദിച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കില്ല. ഉണ്ടാകുമ്പോ തന്നാ മതി. ഇറങ്ങട്ടെ. ശരവണ, ഇതാ അച്ചാർ ഐറ്റംസ്. അയ്യോ, എന്റെ ജീവാമൃതം. ശരവണ, അഡ്വാൻസ് ആയിട്ട് കൊടുത്ത 1,00,000 രൂപ മടക്കി വാങ്ങാതെ ഇവിടം വിട്ട് പോകുന്ന അത്ര നല്ല ബുദ്ധിയല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇനി കൊടുത്ത കാശ് കിട്ടാൻ വേണ്ടി പുതിയ വാടകക്കാരെ നമ്മൾ തന്നെ സംഘടിപ്പിച്ചു കൊടുക്കേണ്ടി വരുമോ? കണ്ടിട്ട് ചതിക്കണ കൂട്ടരൊന്നല്ല. കാശ് കിട്ടി തരാതിരിക്കില്ല. വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ ഞാനങ്ങ് പേടിക്കുന്നു. പൊളിച്ചെടുക്ക്, ജീവനോടെ കുഴിച്ചു മൂടും ഞാൻ. അയ്യോ, പാവങ്ങളോട് കൈക്കരുത്ത് കാണിക്കുന്നതല്ല അതിന്റെ ഒരു ശരി. ഇനി ഒരു അടി മുന്നോട്ട് വെച്ചാ വച്ച് നോക്കടാ.
ഉണ്ടാക്കിയ തന്തയുടെ അവകാശം പറഞ്ഞുകൊണ്ട് ഇനി മേലാൽ ഈ വീട്ടിൽ കാലുകുത്തിയ സ്വന്തം അമ്മയ്ക്ക് വായിക്കരിടാൻ നാട്ടുകാർ പോണോന്നും കരുതി കെട്ടും കെട്ടി ഇറങ്ങിയതാ. പക്ഷെ ഇപ്പൊ പോയാൽ ശരിയാവില്ല. ഇനിയാണ് ഇവിടെ കളി നടക്കുന്നത്. കളിയുടെ പൊടി പൂരം. പോയി വാ ശീക്രം.